ക്ലോസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ചിലപ്പോൾ അപ്പൊ തന്നെ ചെക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇനി നിങ്ങൾക്ക് ക്യാഷ് കിട്ടി, ഫോം സൈൻ ചെയ്തു എന്നിരുന്നാൽ തന്നെ നിങ്ങളുടെ പ്രശ്നം തീരുന്നില്ല. നിങ്ങൾ ഇവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, ഫോളോ. ഈ ഫോളോ പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മൾ കസ്റ്റമറെ ഒരു പ്രാവശ്യത്തിന് മാത്രമല്ല നമ്മള് കസ്റ്റമറെ കണ്ടെത്തുന്നു. അതായത് ഈ കസ്റ്റമർ നമുക്ക് ചിരകാലം നമ്മളോട് ഉണ്ടായിരിക്കണം. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് അവർ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആയി മാറും. അപ്പൊ അവർ മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് ഒരു സേയിങ് ഉണ്ട്, 1 will tell to 9. ഒരാള് 9 പേരോട് പറയുന്നതാണ്. ഇത് തന്നെ മറ്റൊരു റിസർച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഇതിപ്പം ലിജ എന്നെ കണ്ടു. ലിജ എന്നെ കുറിച്ച് മിനിമം 7 പേരോട് ഇന്ന് സംസാരിക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതോ, ഇന്ന് നമ്മൾ കാണുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇന്നത്തെ സംഭവങ്ങളോ അറിഞ്ഞോ അറിയാതോ 7 പേരോട് സംസാരിക്കുന്നവരെ. അപ്പൊ നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്യുന്നുള്ള ഗുണമെന്ന് വെച്ചാല്, ഒന്ന്, കസ്റ്റമറെ അപ്രൈറ്റ് നമുക്ക് സെയിൽ തന്നില്ലെങ്കിൽ തന്നെ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആ സെയിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇവിടെ അമേരിക്കൻ സെയിൽസ് അസോസിയേഷന്റെ പഠനം അനുസരിച്ച് 2% സെയിൽസ് മാത്രമേ അപ്രൈറ്റ് നടക്കുന്നുള്ളൂ. മനസ്സിലായോ? അതായത് 100-ൽ 2% ആളുകളെ മാത്രമേ നമുക്ക് അപ്രൈറ്റ് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ 80% സെയിൽസ് നടക്കുന്നത് 5 മുതൽ 12 തവണ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. നമ്മുടെ സെയിൽസ് പേഴ്സൺ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, 1 തവണ ട്രൈ ചെയ്യും, 2 തവണ ട്രൈ ചെയ്യും, 3 തവണ ട്രൈ ചെയ്യും, 4 തവണ ട്രൈ ചെയ്യും, അവിടെ നിർത്തും. അതായത് ജസ്റ്റ് ഫ്യൂ സ്റ്റെപ്പ് എവേ ആയിരിക്കും നമ്മൾ നിർത്തുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പഠനം പറയുന്നത് 5 മുതൽ 12 തവണ ഫോളോ അപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് അയാൾക്കൊരു ബുദ്ധിമുട്ടാവില്ല, അയാൾ ബെസ്റ്റ് ചെയ്യുന്ന രീതിയിലാവില്ല. രാവിലെ വിളിച്ച്, ഉച്ചയ്ക്ക് വിളിച്ച്, വൈകിട്ട് വിളിച്ച്, രാത്രി കിടക്കുന്ന അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നമാവും. പക്ഷെ അതിന് നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാവണം. അങ്ങനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. ഒന്ന്, ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് സെയിൽസ് ക്ലോസ് ആവും. രണ്ടാമത്, ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. ഇനി നിങ്ങൾ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. എന്തിന് ഫോളോ അപ്പ് ചെയ്യുന്ന വെച്ചാൽ, എങ്ങനെയുണ്ട് സാറേ പ്രൊഡക്റ്റ്, അതിന്റെ ഉപയോഗിച്ച് നോക്കിയോ, അല്ലെ കോഴ്സിന് ചേർന്നിട്ട് എങ്ങനെയുണ്ട്, ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ടോ, ടീച്ചിങ് ഒക്കെ ട്രെയിനറെ എങ്ങനെയുണ്ട്, ട്രെയിനർ ക്വാളിറ്റി എന്തുണ്ട്, ഞാൻ എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കേണ്ടതുണ്ടോ, അപ്പം അയാളെ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റിസോഴ്സസ് സപ്ലൈ ചെയ്യുക. ഇപ്പൊ നമ്മള് ബാങ്കിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ ബാങ്കിൽ അക്കൗണ്ട് എടുത്തു, കുറെ പേപ്പറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ബാങ്കിന്റെ പുതിയ ഇൻഫർമേഷൻ നമുക്ക് വരുന്നു. നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെ OTP എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനെക്കുറിച്ചുള്ള റിസോഴ്സസ് റെഗുലർലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഒരു സെയിൽസ് പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കസ്റ്റമർക്ക് ഒരു ഐഡിയ കിട്ടും, ഇവര് നമ്മളെ എപ്പോഴും നമ്മുടെ ലൂപ്പിലാണ്, അവരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത്. ആ ഒരു ബന്ധം എന്താ വെച്ചാല് അടുത്ത പ്രാവശ്യം അവർക്ക് പ്രൊഡക്റ്റ് വാങ്ങേണ്ടി വരുമ്പോൾ അപ്സെല്ലിങ്ങിലോ ക്രോസ് സെല്ലിങ്ങിലോ ഒക്കെ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം. അപ്സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഒരാൾ 5 രൂപയുടെ സാധനം മേടിക്കാൻ വന്ന ഒരാൾക്ക് 15 രൂപയുടെ സാധനം നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചാൻസസ് ഉണ്ട്. അതുപോലെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു പ്രോഡക്റ്റ് അവർക്ക് ബാഗ്, അതായത് ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങുന്ന ആൾക്ക് ലാപ്ടോപ്പ് ബാഗ് കൂടെ നമുക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ അതൊരു ക്രോസ് സെല്ലിംഗ് ആണ്. അപ്പൊ ഈ ഒരു പോസിബിലിറ്റി നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് വേണം. ഫോളോ അപ്പ്, സാറേ ഇന്നലെ ആ പ്രൊഡക്റ്റ് കൊണ്ടുപോയി, അപ്പൊ അതിന്റെ ഒരു കേസ് കൂടെ കൊടുത്തു വിടട്ടെ, ഫോളോ അപ്പിൽ ഓക്കെ പ്രൊഡക്റ്റ് കൊള്ളാം, അപ്പൊ എന്നാ കൊടുത്തു വിട്ടേരെ. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. എന്റെ സ്റ്റുഡൻസ്, എനിക്ക് ഒരു 99% സ്റ്റുഡൻസ് എനിക്ക് ഏറ്റവും കുറഞ്ഞത് 10 പേരെങ്കിലും റെഫർ ചെയ്തു. ബിലീവ് മീ. അതായത് ഈ ഇത്ര വർഷത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യകാലങ്ങളിലൊന്നും തന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല എന്റെ സെയിൽസ് ട്രെയിനിങ്, എന്റെ സേഫ്റ്റി ട്രെയിനിങ്ങൾക്കൊന്നും. എന്റെ സ്റ്റുഡൻസ് തന്നെയാണ് എനിക്ക് മാക്സിമം ആളുകളെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ളത്. പലരും 9 1 will tell to 9 എന്നുള്ളത് എന്റെ കേസിൽ ചിലപ്പം 1 will tell to 100 ആയിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാണ് ഫോളോ അപ്പ് ആണ്. അവരുമായിട്ട് റെഗുലർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ അവർക്ക് എന്തെങ്കിലും റിസോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കുക. സർവീസിനെ കുറിച്ച് അവരോട് എൻക്വയറി ചെയ്യുക. പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫോളോ അപ്പ് നമുക്ക് പെർമനന്റ് റിലേഷൻ ഉണ്ടാകും. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻഷിപ്പാണ്. ആ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് സെയിൽസിന്റെ ഫ്യൂച്ചർ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം റെഫറൻസ് വഴി വലിയൊരു പെർസെന്റേജ് ആൾക്കാരെ നമുക്ക് കിട്ടും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും സെയിൽസ് കൂട്ടാൻ കഴിയും. പിന്നെ ഒരു പരിധി കഴിയുമ്പം ഈ സെയിൽസ് പേഴ്സണെ സംബന്ധിച്ച് ഓഫീസിൽ ഇരുന്നാൽ മതിയാവും, അങ്ങോട്ട് വോട്ട് കൂടെ വരില്ല. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ പണ്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുമ്പോഴേ ഒരു ലേഡി ജസ്റ്റ് വിളിച്ച് ചോദിക്കത്തേ ഉള്ളൂ, സാറേ ഈ മാസം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ചോദിക്കുന്നു. കാരണം റിലേഷൻഷിപ്പ് ആ രീതിയിലാണ്.
അവരുടെ കമ്പനിക്ക് ഈ മാസം നമ്മൾ ട്രെയിനിങ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ഓർഡർ കൊടുക്കുക, എന്ത് ഓയിൽ കമ്പനിയുടെ സബ് കോൺട്രാക്ടർ ആണ് ആ കമ്പനി. അപ്പൊ അവർ ചോദിക്കുന്നതാണ്, സാറേ ഈ മാസം ഞങ്ങൾക്ക് കോൺട്രാക്ട് ഒന്നും വന്നില്ല, കിട്ടിയില്ല. ചോദിക്കാനുള്ള മനസ്സ് ആ ഫോളോ അപ്പ് കൊണ്ടാണ്. കാരണം എന്താ, ക്രിസ്മസിന് ഗ്രീറ്റിംഗ്സ് അയക്കുക, ഈസ്റ്ററിന് ഗ്രീറ്റിംഗ്സ് അയക്കുക, ഓണാശംസകൾ അയക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയും. ഓക്കെ.